വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇഷ്ടരാജ്യമായിരുന്നു കാനഡ. പഠനശേഷം ഉയർന്ന ശമ്പളത്തിലുള്ള ജോലിയും PR-ഉം ലക്ഷ്യം വെച്ചാണ് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് തന്നെയാണ് കാണിക്കുന്നത്. കർശനമായ വിസ നിയമങ്ങൾ, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ, നയതന്ത്ര സംഘർഷങ്ങൾ എന്നിവ കാരണമാണ് കാനഡയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകൾ. എന്നാൽ അവിടെ കഴിയുന്ന പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ വീടുകൾ ലഭിക്കാതെ ബുദ്ധിമുട്ട് നേരിടുന്നെന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2023 ഇന്ത്യയിൽ നിന്നും ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, മറ്റ് ഡിപ്ലോമ കോഴ്സുകളും പഠിക്കാൻ പോയിരുന്നത് 2,33,532 വിദ്യാർത്ഥികളാണ്. എന്നാൽ 2024 ആയപ്പോഴേക്കും ഇത് 1,37,608 കുറഞ്ഞു. മറ്റ് വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാനഡയിൽ ഏകദേശം 41% കുറവാണ് ഉണ്ടായത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറവുണ്ടാകാൻ കാരണം? നമുക്ക് നോക്കാം. US-നെ പോലെ തന്നെ കുടിയേറ്റം കുറയ്ക്കുന്നതിനായി കാനഡയും കുറച്ചു നാളുകളായി വിസ നിയമങ്ങൾ ശക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അനധികൃതമായി എന്തെങ്കിലും കണ്ടാൽ വിദ്യാർത്ഥിയുടെ പഠന, തൊഴിൽ പെർമിറ്റുകൾ റദ്ദാക്കാൻ അധികാരികൾക്ക് അനുവാദം കൊടുത്തിരുന്നു. ഇത് പല വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ ആശങ്കകൾ സൃഷ്ടിച്ചു. കൂടാതെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ കൂടി വന്നതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും എണ്ണത്തിൽ കുറവുകൾ സൃഷ്ടിച്ചു. 2023 സെപ്റ്റംബറിൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർ ഗൂഢാലോചന നടത്തിയെന്ന് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതോടെ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തു. ഇതും ഇന്ത്യക്കാർ കാനഡയിലേക്ക് പോകുന്നത് കുറവ് വരാൻ കാരണമായി. അടുത്തിടെ IRCC കുറച്ച് നിയമങ്ങൾ രാജ്യത്ത് അവതരിപ്പിച്ചിരുന്നു. ഇത് പഠനത്തിനായി കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികളെ മറ്റ് രാജ്യത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡിന് ശേഷം വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അളവ് വർദ്ധിച്ചിരുന്നു. കാനഡ, UK പോലുള്ള രാജ്യങ്ങൾ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലികൾ ചെയ്യാനും അനുവാദം നൽകിയിരുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന വിദേശ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നതിനും നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും പോകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠനത്തിനായി എഡ്യൂക്കേഷൻ ലോണോ ഹൗസിംഗ് ലോണോ എടുത്തിട്ടാണ് പോകുന്നത്. പഠനത്തോടൊപ്പം അല്ലെങ്കിൽ പഠനശേഷം അവിടെ ജോലി ചെയ്യുന്നത് പലർക്കും നാട്ടിൽ നിന്നെടുത്ത ലോണുകൾ അടയ്ക്കാൻ സഹായമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന നിയമമാറ്റം പലരുടെയും സ്വപ്നങ്ങളിൽ വിള്ളൽ വീഴ്ത്തി. കോവിഡിന് ശേഷമായിരുന്നു കാനഡയിലേക്ക് വലിയ രീതിയിലുള്ള കുടിയേറ്റം കൂടിയത്. ഇത് നിരവധി ആശങ്കകൾക്ക് കാരണമായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെയാണ് കനേഡിയൻ മന്ത്രാലയം വരും വർഷങ്ങളിൽ വിദേശികൾക്ക് PR നൽകുന്ന അളവ് കുറച്ചത്. ഇത് കുടുംബത്തോടൊപ്പം PR നേടി കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിച്ചവർക്ക് തിരിച്ചടിയായി. കൂടാതെ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ നിയമിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുൻ വർഷത്തെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ പെർമിറ്റുകളിലും 10% കുറവ് വരുത്തിയിട്ടുണ്ട്. കാനഡയുടെ വിസ നടപടികൾ തന്നെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മാർക്ക് കാർണി അധികാരത്തിൽ പ്രവേശിക്കുന്നതോടെ ഇതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്.